ചരട് ഇപ്പം ചരടൊന്നുമില്ല. ചരടുള്ള ഒന്നിനും ഞങ്ങൾ സ്വീകരിക്കില്ല. അത് മനസ്സിലായില്ലേ? ഒരു ചരടും ഞങ്ങൾ കെട്ടാൻ തയ്യാറില്ല, അനുവദിക്കൂല. CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്ററുടെ വാക്കുകളാണ് പ്രേക്ഷകർ കേട്ടത്. ഇന്ന് കൊല്ലത്ത് സംസ്ഥാന സമ്മേളനത്തിൻ്റെ പ്രതിനിധി സമ്മേളനത്തിന് ശേഷം മാധ്യമപ്രവർത്തകരെ കാണുകയായിരുന്നു അദ്ദേഹം ഈ കാര്യങ്ങൾ മാത്രമല്ല സംസാരിച്ചത്. സംസ്ഥാന സമ്മേളനത്തിൽ ചർച്ച കുറച്ച് കാര്യങ്ങളെക്കുറിച്ചും പിന്നെ ലീഗിനെ ഇടതുമുന്നണിയിലേക്ക് എത്തിക്കാൻ വേണ്ടി സംസ്ഥാനതല മാധ്യമപ്രവർത്തകർ ശ്രമിക്കുന്നതിനെക്കുറിച്ചും മറ്റു ചില കാര്യങ്ങളെക്കുറിച്ചും അത് സംസാരിക്കുന്നുണ്ട്. ഗോവിന്ദൻ മാഷിൻ്റെ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം. ഒരുത്തൻ്റെ പിന്നാലെ പോകുന്നില്ല. വികസിത സമൂഹത്തിലെ ജനജീവിതത്തോടൊപ്പം കേരളത്തെ ഉയർത്തുമെന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. അല്ലാണ്ട് അവരെ പിന്നിൽ പോകാനല്ല, ഞങ്ങളുടെ പിന്നിലാണ്. ഞങ്ങളുടെ നിലപാട് വെച്ച് ലോകത്തിന് മാതൃകയാവുന്ന ഒരു സ്ഥിതി കേരളത്തിലുണ്ടാകും. ആ സ്ഥിതിയാണ് ഞങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അല്ലാണ്ട് മുതലാളിത്തത്തിൻ്റെ വേറെ ഏതെങ്കിലും സമീപനം ഉദ്ദേശിച്ചുകൊണ്ടുള്ള സാമ്രാജ്യത്തിൻ്റെയോ വികസിത മുതലാളിത്ത രാജ്യത്തിൻ്റെയോ നിലപാടുകൾ ബദലാണ് കേരളം. ആ ബദൽ വെച്ചുകൊണ്ടാണ് ഞങ്ങൾ മുന്നോട്ടേക്ക് പോകുന്നത്, യൂണിവേഴ്സിറ്റി ഉൾപ്പെടെ. പാർട്ടി നയം തന്നെയാണത്, മുമ്പേയുള്ള നയമാണ്. ഇപ്പോഴൊന്നുമില്ല. 18-ാം പാർട്ടി കോൺഗ്രസിലെ നയമാണത്. ഇപ്പോൾ അത് കഴിഞ്ഞിട്ട് 24-ാം പാർട്ടി കോൺഗ്രസ് ആയി. ഇപ്പോഴും നയത്തെ സംബന്ധിച്ചിടത്തോളമാണ് ചർച്ച. ഇപ്പം ചരടൊന്നുമില്ല. ചരടുള്ള ഒന്നിനും ഞങ്ങൾ സ്വീകരിക്കില്ല. അത് മനസ്സിലായില്ലേ? ഒരു ചരടും ഞങ്ങൾ കെട്ടാൻ തയ്യാറില്ല, അനുവദിക്കൂല. യെസ്, ഒരു സംശയവും വേണ്ട. ഇല്ല, ഞങ്ങൾ അവരെ ആരും രക്ഷപ്പെടുന്നത്, അവരെന്നെ സ്വയം വേണമെങ്കിൽ രക്ഷപ്പെട്ടോട്ടെ എന്നുള്ളതാണ്. ഞങ്ങളതിൻ്റെ രാഷ്ട്രീയം പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഇല്ല, ഒരു ചർച്ചയില്ല. അവരുമായിട്ട് ഒരു ചർച്ച നടത്താൻ ഉദ്ദേശിച്ചു. ഭാവിയെ പറ്റി ഇപ്പോൾ പറയണ്ട, അതൊക്കെ വരുന്ന കാലം. രാഷ്ട്രീയത്തിന് ഇന്നതാണ് അങ്ങനെയാണെന്ന് പറയാൻ സാധിക്കില്ല. ഇന്നത്തെ കേരള രാഷ്ട്രീയത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒരു പ്രബലമായ മുന്നണിയായിട്ട് നിലനിൽക്കുന്നുണ്ട്. മറുഭാഗത്ത് നിൽക്കുന്ന ആരെങ്കിലും ഇങ്ങോട്ട് വരിക എന്നുള്ളതോ അവരെ ചാക്കിട്ട് പിടിക്കുകയോ എന്നുള്ളത് CPM-ൻ്റെ ഒരു നിലപാടല്ല. എന്നാൽ അവർക്ക് ഓരോരുത്തർക്കും ആലോചിക്കാം, ചിന്തിക്കാം, നിലപാട് സ്വീകരിക്കാം. നിലപാടനുസരിച്ചാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് കൃത്യമായ സമീപനം സ്വീകരിക്കുക. അതിൽ വിട്ടുകൊടുച്ചൊന്നുമില്ല. നിങ്ങളെന്തിനാ അവരെ വ്യക്തമാകുന്നത്? അല്ല, ഞാനതാ പറഞ്ഞ് അവർക്ക് വേണ്ടി ഞങ്ങളെന്ത് പറയേണ്ട കാര്യമാണ് നമുക്കുള്ളത്? അവരെത്തിച്ചേർന്ന ഒരു പ്രത്യേക അപകടസന്ധിയാണ്. അവരെന്നെയാണ് പറയുന്നത്. ഇവരുമായി ചേർന്നാൽ എന്താ കുഴപ്പം? അവരോട് നിങ്ങളെന്ത് പറയുന്നത്? എന്ത് പറയണമെന്നാ? എന്തുകൊണ്ടാണ് മുക്തമാവാൻ കഴിയാതിരുന്നത് എന്ന് ഞാൻ വിശദീകരിച്ചിട്ടുണ്ട്. നിങ്ങൾ ശ്രദ്ധിക്കായിട്ടാണ്. നിങ്ങൾക്ക് താല്പര്യമുള്ളത് മാത്രമേ നിങ്ങൾ ശ്രദ്ധിക്കുന്നുള്ളൂ. ഞാൻ പറയുമ്പോഴൊരു കാര്യം പറഞ്ഞു. ന്യൂനപക്ഷ ജനവിഭാഗങ്ങൾക്കിടയിൽ പഴയ കാലത്ത് സ്വാധീനമില്ലാത്ത ഒരു പാർട്ടിയായിരുന്നു CPIM. ഇന്ന് മലപ്പുറം ജില്ല ഉൾപ്പെടെയുള്ള ന്യൂനപക്ഷ ഭൂരിപക്ഷമുള്ള മേഖലയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് പ്രബലമായ ഒരു കരുത്താണ്. ഈ കരുത്തിനെ നേരിടാനാണ് ഇവർ യഥാർത്ഥത്തിൽ ജമാഅത്ത് ഇസ്ലാമിയെയും SDP-യെയും അതിൻ്റെ ഗുണഭോക്തായി കോൺഗ്രസും ലീഗും ചേർന്ന് ഈ പ്രവർത്തനം മുഴുവൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് ഞാൻ ഇതിനിടയിൽ പറഞ്ഞു തന്നെയാണ്. പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഒരു സംശയമില്ല. അതേലോ, ലീഗ് ചിന്തിക്കട്ടെ. അവർ ചിന്തിക്കാനല്ലേ ഇതെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളിതെല്ലാം പറയുന്നതിനാണ്. ഇവരെല്ലാം ചിന്തിക്കേണ്ടവർ. അതിപ്പോൾ കോൺഗ്രസ്സാണെന്ന് പറഞ്ഞാൽ കോൺഗ്രസിൻ്റെ അകത്ത് വളരെ വളരെ ഗൗരവതരമായ ചർച്ച വരില്ലേ? നിങ്ങളെന്തിനാ ലീഗിനെ മാത്രം പറയുന്നത്? ലീഗിൻ്റെ അകത്തും വരും, കോൺഗ്രസിൻ്റെ അകത്തും വരും. ഇവർക്കെല്ലാം ഇടയിൽ വലിയ രീതിയിലുള്ള ചർച്ച ഉണ്ടാകുക തന്നെ ചെയ്യും. ഇവരെല്ലാം ഞാനത് പറഞ്ഞല്ലോ, ഞാൻ ഉപയോഗിച്ച പദം തന്നെയാണ്. ദൂരവ്യാപകമായ ഫലമുളവാക്കുന്ന പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുന്നതാണ്. അത് ലീഗിലും ഉണ്ടാവും, കോൺഗ്രസിലും ഉണ്ടാവും. BJP-ക്കെതിരായ സന്ധിയില്ലാത്ത പോരാട്ടത്തിലെ ഇന്ത്യൻ മുഖമാണ് CPIM, അല്ലാണ്ട് കോൺഗ്രസ് അല്ല. ഞാനത് ദേശീയ അടിസ്ഥാനത്തിൽ പറഞ്ഞുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. എന്താണ് പറഞ്ഞത്? അതെ, അതല്ല ഞാൻ പറഞ്ഞത്. എന്താണെന്ന് ഞാൻ ചോദിച്ചത്.
അതായത് വർഗീയതക്കെതിരായി BJPക്കെതിരായി ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട മുഖമാണ് CPIM. അതിനോട് മത്സരിക്കാൻ കഴിയുന്ന ഒരൊറ്റ പാർട്ടിയും ഇന്ന് ഈ ഇന്ത്യയിലില്ല, ഇടതുപക്ഷ പ്രസ്ഥാനം എന്ന രീതിയിൽ. അതുകൊണ്ട് ഒരു വിട്ടുവീഴ്ചയില്ലാതെ BJP എതിർക്കുന്ന പാർട്ടിയാണ്. പിന്നെ VD സതീശൻ കേട്ടാൽ വിചാരിക്കും പ്രധാനപ്പെട്ട പാർട്ടി നേതാവായിരുന്ന ഞങ്ങളുടെ സീതാറാം യെച്ചൂരിയെ പറ്റി നല്ല പഠനം നടത്തിയിരുന്നു. ഇപ്പോൾ ഉള്ള മുമ്പത്തെ സെക്രട്ടറി തന്നെയാണല്ലോ പ്രകാശ് പാരാട്ടിനെ പറ്റി നല്ല പഠനം നടത്തിയിരുന്നു. ഒരു കാര്യവും പഠിച്ചിട്ടില്ല, വായിച്ചിട്ടുമില്ല, വെറുതെ പറയുകയാണ്. ഞങ്ങളുടെ രാഷ്ട്രീയ പ്രമേയം കൃത്യമായിട്ട് നമ്മുടെ മുമ്പിലുണ്ട്. പാർട്ടി പരിപാടിയിലെ 7ാമത്തെ അധ്യായത്തിലെ 14ാമത്തെ ഖണ്ഡിക RSSനെ പറ്റിയാണ് ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത്. അതേപോലെ 22ാം പാർട്ടി കോൺഗ്രസിലെ രേഖ, 23ാം പാർട്ടി കോൺഗ്രസിലെ രേഖ, അതൊക്കെ യെച്ചൂരി ഉള്ളപ്പോൾ തന്നെ എഴുതി തയ്യാറാക്കിയ രേഖ തന്നെയാണ്. ആ രേഖയിൽ നിന്ന് അല്പം മുന്നോട്ടേക്ക് പോയി BJPയെ ന്യൂ ഫാസിസ്റ്റിക് എന്ന പദത്തോടു കൂടിയാണ് ശക്തിയായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് എതിർക്കുന്നത്. ആ എതിർക്കുന്നതിൻ്റെ അപ്പുറത്തൊരു പദവും ഇതിന് മുമ്പ് ഒരിക്കലും ഉപയോഗിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അത് യെച്ചൂരി തന്നെ, അത് പ്രകാശ് കാരാട്ട് തന്നെ പറഞ്ഞു. ഒന്നും വായിക്കുകയോ മനസ്സിലാക്കുകയോ ചെയ്യാതെ വെറുതെ പറഞ്ഞുകൊണ്ടിരിക്കുക. ആരോ പറഞ്ഞു കൊടുക്കുന്നു, ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. തീരെ ഹോംവർക്ക് ഇല്ലാണ്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുക. ഇതെന്നെ ദിശാബോധം, ഇതിനപ്പുറത്ത് വേറെ ദിശാബോധം ഇതിനപ്പുറത്ത് അത് ഞങ്ങൾ ഇത് എല്ലാം കൂടി ചർച്ച ചെയ്ത് വന്നു കഴിഞ്ഞാൽ രേഖയായല്ലോ. ഇപ്പം രേഖയല്ല, ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടുള്ള രേഖയാണ്. അത് ചർച്ച ചെയ്ത് കഴിഞ്ഞതിന് ശേഷം വിഷമിക്കണ്ടെന്ന് 4 ദിവസമല്ലേ കൊണ്ടുപോകും. ഇന്നിപ്പോൾ 6 7, 8, 9 കഴിയുമ്പോഴേക്ക് ഫൈനലൈസ് ചെയ്യും. അപ്പോൾ ഒരു 10 11 കഴിയുമ്പോഴേക്ക് നിങ്ങൾക്ക് ഞങ്ങളുടെ രേഖ തരാം. അപ്പോൾ നിങ്ങൾക്ക് അന്ന് രഹസ്യമായിട്ട് വെക്കുന്ന കാര്യമൊന്നുമില്ല, പരസ്യമായിട്ട് കൊടുക്കാൻ തന്നെ.